ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ VSSയിൽ നിന്നുള്ള നിർണായക പരിശോധനാ ഫലം 2 ദിവസത്തിനുള്ളിൽ. ശബരിമലയിലേത് യഥാർത്ഥ സ്വർണ്ണമാണോ എന്ന് സ്ഥിരീകരിക്കുന്നതിനാണ് ശാസ്ത്രീയ പരിശോധന നടത്തുന്നത്. പരിശോധനാ ഫലം നെഗറ്റീവായാൽ സ്വർണ്ണക്കടത്ത് അന്വേഷണം വിദേശത്തേക്കും വ്യാപിപ്പിക്കും. വിവരങ്ങളുമായി ദിസ്ന സുരേഷാണ് നമുക്കൊപ്പം ചേരുന്നത്. ദിസ്ന, നമുക്കറിയാം ഈ കേസ് അന്വേഷണം വളരെ നിർണായകമായ ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. VSSയിൽ നിന്നുള്ള പരിശോധനാ ഫലം അത് നമുക്കറിയാം എത്രത്തോളം നിർണായകമാണ്. ആ തൊണ്ടി മുതൽ എന്ന് പറയുന്നത് യഥാർത്ഥമാണോ എന്ന് പോലും സ്ഥിരീകരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പോലും കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ അന്വേഷണത്തിന്റെ ആ ഒരു രീതി മാറുന്ന രീതിയിൽ, അല്ലെങ്കിൽ കൃത്യമായ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന്റെ സൂചനകൾ വന്നു തുടങ്ങും. എങ്ങനെയാണ് ഇന്ന് നമുക്ക് ഈ കേസ് അന്വേഷണത്തിന്റെ ഘട്ടം വിവരിക്കാൻ സാധിക്കുക? രാഗി, ഗുഡ് മോർണിംഗ്. തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ ആര് കട്ടു, എങ്ങനെ കട്ടു, എപ്പോൾ കട്ടു എന്നതിലുപരി ഏറ്റവും നിർണായകമായ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 2 ദിവസീകരിച്ചായിരിക്കും ഇനി തുടർന്നുള്ള നീക്കങ്ങൾ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 2 ദിവസത്തിനകം ഈ പരിശോധനാ ഫലം ലഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും VSSയിലാണ് ഇതിനായി അയച്ചിട്ടുള്ളത്. ഈ ദ്വാരപാല ശില്പങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ കളിൽ നിന്നും അന്വേഷണ സംഘം നേരിട്ടെത്തി ഇതിന്റെ സാമ്പിളുകൾ ശേഖരിക്കുകയുണ്ടായി. ഈ സാമ്പിളുകളാണ് രാസപരിശോധനാ ഫലത്തിനു വേണ്ടി അയച്ചിട്ടുള്ളത്. ഇതിന്റെ റിസൾട്ട് അനുസരിച്ചായിരിക്കും ഈ സ്വർണ്ണ കവർച്ച കേസിൽ അന്താരാഷ്ട്ര ബന്ധം ഉൾപ്പെടെയുള്ള തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ വരുന്നു. ഇടതുപക്ഷം ആരോപണം ഉന്നയിക്കുമ്പോൾ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കളൊക്കെ തന്നെയും ഉണ്ണികൃഷ്ണൻ വാദപ്രതിവാദങ്ങൾ നടക്കുന്ന രീതിയിൽ തന്നെ ഇടത് വലത് മുന്നണികൾക്ക് ഇതിൽ കൃത്യമായ പങ്കുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ പത്മകുമാറിനെയും വാസുവിനെയും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് ഇടതുപക്ഷം, അതായത് ഇടതുമുന്നണി കടക്കുന്നു. ഇതിനെതിരെ മുന്നണിയിൽ തന്നെ വലിയ രീതിയിലുള്ള ഭിന്നതയുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇതൊക്കെ വലിയ രീതിയിൽ തിരഞ്ഞെടുപ്പുകളിൽ പ്രകടമാകുന്ന ഒരു വിഷയമായി മാറുമ്പോഴും CPM പറയുന്നത് അത്തരത്തിലൊരു ഭരണ വിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. എന്തായാലും 2 ദിവസത്തിനകം VSSയിൽ നിന്നുള്ള പരിശോധനാ ഫലം ലഭിക്കും. ഈ പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രം ഈ തിരിച്ചു പൂശി എന്ന് അവകാശപ്പെടുന്ന സ്വർണം ഒറിജിനൽ ആണോ അല്ലയോ എന്നത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വലിയ രീതിയിലൊരു കൃത്രിമം കാണിച്ചിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ രാസപരിശോധനാ ഫലം ലഭിക്കേണ്ടതുണ്ട് രാഗി. അതുതന്നെയാണ് ഈ കേസിൽ പ്രധാനമായും നിർണായകമാകുന്ന രേഖയായി മാറാൻ പോകുന്നത്. എന്തായാലും ഈ പരിശോധനാ ഫലം 2 ദിവസത്തിനുള്ളിൽ വരും എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ SIT ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ SIT ഉന്നത ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്കൊന്നും തന്നെ അന്വേഷണം എത്തിയിട്ടില്ലെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പ്രശാന്തിന്റെ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ശങ്കർദാസിനെ എന്തുകൊണ്ടാണ് SIT വിളിപ്പിക്കാത്തത് എന്നൊരു പ്രധാന ചോദ്യവും ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ശങ്കർദാസിനെ വിളിപ്പിക്കാത്തത് എന്നൊരു ന്യായീകരണമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. രാഗി, എന്തായാലും ഈ രാസപരിശോധനാ ഫലം ഏറെ നിർണായകമാകും. കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതുൾപ്പെടെ, അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് അത് ഒറിജിനൽ ആണോ എന്നതുൾപ്പെടെയുള്ള ഒരു സ്ഥിരീകരണം ഈ രാസപരിശോധനാ ഫലം വരുമ്പോൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഗി. അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് അടൂർ പ്രകാശിന്റെയും സോണിയാഗാന്ധിയുടെ ഒപ്പം നിൽക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ചിത്രം പ്രചരിക്കുന്നു. അതോടൊപ്പം തന്നെ അത് എങ്ങനെയായിരിക്കും കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്നത് എന്നുൾപ്പെടെയുള്ള വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. എന്തായാലും സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായ ഒരു പരിശോധനാ ഫലം തന്നെയാണ് 2 ദിവസത്തിനുള്ളിൽ പുറത്തുവരിക രാഗി. അതോടൊപ്പം തന്നെ ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ നമുക്കറിയാം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒരു രീതി, അന്വേഷണം ഏത് രീതിയിലേക്ക് നടക്കുന്നു, ഇതെല്ലാം തന്നെ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള വിഷയങ്ങളാണ്. പല രീതിയിൽ പല കോണുകളിൽ നിന്ന് അന്വേഷണ സംഘത്തിനെതിരെ ഇതിനോടകം തന്നെ ആക്ഷേപങ്ങൾ ഉയർന്നു കഴിഞ്ഞു. ഇടത് നേതാക്കൾ അടക്കം കയറിപ്പറ്റിയിട്ടുണ്ട് SIT സംഘത്തിൽ. അവർ അന്വേഷണ സംഘത്തെ വിപുലീകരിക്കാനുള്ള നീക്കം ചില ഗൂഢലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ്. അങ്ങനെ പല രീതിയിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. ഇതിനിടെയാണ് ഈ അന്വേഷണം CBIക്ക് വിടുമോ എന്ന ചില ആശങ്ക കൂടി ഇപ്പോൾ SITക്ക് പിടിപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം സർക്കാരിനൊക്കെ SITയിൽ തന്നെ ചുറ്റിപ്പറ്റി ഈ അന്വേഷണം മുന്നോട്ട് പോകണമെന്ന ഒരു പരോക്ഷമായ ഒരു ചിന്തയൊക്കെ ഉണ്ട്. കാരണം നമുക്കറിയാം CBI ഒക്കെ വന്നാൽ ചിലപ്പോൾ അത് തിരിച്ചടിയാകുമോ എന്ന ഒരു ആശങ്കയുണ്ട്. ഇതിനോടകം തന്നെ പൂർണ്ണമായും പ്രതിരോധത്തിലാണ് സർക്കാരും പാർട്ടിയും. ഇതിനിടെയാണ് ഇനി CBI വരട്ടെ എന്നെങ്ങാനും ഹൈക്കോടതി പറയുമോ എന്ന ഒരു ആശങ്ക കൂടി ഉണ്ടല്ലേ SITക്ക്?
തീർച്ചയായും രാഗി, ഈ കേസിന്റെ നാൾ വഴികൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഹൈക്കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്ന കാലഘട്ടത്തിലൊക്കെ തന്നെയും കൃത്യമായ നിരീക്ഷണം ഈ കേസിനെ സംബന്ധിച്ച് ഹൈക്കോടതി നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കപ്പെട്ടതും അത്തരത്തിൽ എന്നത് തന്നെയാണ്. എന്തായാലും SITക്ക് ഒരു അന്വേഷണ സംഘത്തിന് അത് നേരിട്ട് CBIക്ക് കൈമാറാം എന്നൊരു റിപ്പോർട്ട് ഒരിക്കലും ഹൈക്കോടതിയിൽ നിർദ്ദേശിക്കുവാൻ സാധിക്കില്ല എന്നത് തന്നെയാണ്. എന്തായാലും നമുക്കറിയാം, ആദ്യഘട്ടം മുതൽ CBI അന്വേഷണം വരണം എന്നൊരു ആവശ്യം തന്നെയാണ് BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത്. നിഷ്പക്ഷമായ അന്വേഷണം നടക്കണം എന്ന് തന്നെയാണ്. നേരത്തെ രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടതുപക്ഷ അനുഭാവികൾ ഉൾപ്പെടെ ഈ SIT സംഘത്തിൽ അല്ലെങ്കിൽ വിപുലീകരണത്തിന്റെ ഭാഗമായി കയറിക്കൂടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ ഇടതുമുന്നണിയുടെ ആളുകളെയൊക്കെ സംരക്ഷിക്കുവാനുള്ള ഒരു നീക്കം നടക്കുന്നു എന്നൊരു ആരോപണം അന്വേഷണ സംഘത്തിന് നേരെയുണ്ട്. നമ്മൾ കണ്ടതാണ്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ യാതൊരു തരത്തിലുള്ള നടപടിയിലേക്കും SIT സംഘം കടന്നിരുന്നില്ല. ആദ്യഘട്ടത്തിൽ കേസിന്റെ നാൾ വഴികൾ പരിശോധിക്കുകയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടക്കുന്നു. പിന്നീട് പങ്കജ് ഭണ്ഡാരിയിലേക്ക് എത്തുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നു. ആദ്യഘട്ടത്തിൽ സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷിക്കുന്നു. എങ്ങനെയാണ് ഈ കിളിമാനൂരുകാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്ര പെട്ടെന്ന് സമ്പന്നനാകുന്നു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുന്നു. പിന്നീടാണ് ഈ പത്മകുമാറിലേക്കും വിജയകുമാറിലേക്കും ഒക്കെ തന്നെയും അന്വേഷണം എത്തുന്നത്. അത് ഹൈക്കോടതിയുടെ ഒരു താക്കീതിന് ശേഷമാണ് ഇത്തരത്തിൽ അന്വേഷണ സംഘം ഇതിനുവേണ്ടി മുന്നോട്ട് നീങ്ങുന്നത് എന്നത് തന്നെയാണ്. എന്തായാലും CBI അന്വേഷണം വരുമോ എന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പ്രശാന്തിന്റെ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തുന്ന ഏറ്റവും സുതാര്യമായി ഏറ്റവും എടുത്തു പറയേണ്ടത് കടകംപള്ളിയുടെ ഉൾപ്പെടെയുള്ളൊരു മൊഴി രേഖപ്പെടുത്തി അല്ലെങ്കിൽ അത്തരത്തിൽ ചോദ്യം ചെയ്തു എന്നത് തന്നെയാണ്. അതിനുശേഷം പിന്നീട് എന്ത് നീക്കമാണ് ഉണ്ടായത് എന്നത് സംബന്ധിച്ച് വലിയ രീതിയിൽ നോക്കിക്കാണേണ്ട ഒരു സംഭവമാണ്. എന്തായാലും വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി പറഞ്ഞത് കടകംപള്ളിയോട് അതിനെ സംബന്ധിച്ച് യാതൊന്നും തനിക്ക് ചോദിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ രാസപരിശോധനാ ഫലം വരുന്നു. അതിനുശേഷം പിന്നീട് എങ്ങനെയാണ് ഈ സ്വർണ്ണ കവർച്ച നിർണായകമാകുന്നത് എന്നത് നോക്കി കാണേണ്ടതുണ്ട്. രാഗി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഇടത് വലത് മുന്നണികൾ ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ആ പാരഡി ഗാനങ്ങളൊക്കെ തന്നെയും ആ പാരഡിയിലെ വരികളൊക്കെ തന്നെയും മാറ്റി പാടേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. പാരഡി ഗാനം ഇറക്കിയത് കോൺഗ്രസ് ആണെങ്കിൽ പോലും കോൺഗ്രസിന് തന്നെ അത് വലിയൊരു തിരിച്ചടിയായി മാറുന്ന ഒരു സാഹചര്യം. എന്തായാലും ഇനി നോക്കിക്കാണേണ്ടത് ഈ രാസപരിശോധന ഫലമാണ്. ഈ പരിശോധനാ ഫലം ഏറെ നിർണായകമായി മാറുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണം ഈ കേസിൽ ഉണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും ആശ്വസിക്കാനുള്ള ഒരു കാര്യം. രാഗി, ശരി ദിൽഷ, എന്തായാലും ഈ ശബരിമല സ്വർണ്ണ കവർച്ചാ കേസ് വളരെ നിർണായകമായ ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഈ അന്വേഷണ സംഘം ഏത് രീതിയിൽ മുന്നോട്ട് പോകണം, ഇതെല്ലാം തന്നെ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള കാര്യങ്ങളാണ്. CBI എങ്ങാനും ഇതിനിടയിൽ വന്നാൽ എന്ത് സംഭവിക്കുമെന്നുള്ള ഒരു ആശങ്ക എന്തായാലും തങ്ങളുടെ അന്വേഷണത്തിൽ തൃപ്തിയില്ലായ്മ കൊണ്ടായിരിക്കുമല്ലോ ഹൈക്കോടതി അത്തരമൊരു നീക്കത്തിന് മുതിരുക. എന്തായാലും അക്കാര്യത്തിലൊക്കെ SITക്ക് വലിയ ആശങ്കയുണ്ട്. ഒപ്പം തന്നെ VSSയിൽ നിന്നുള്ള പരിശോധനാ ഫലം, വളരെ നിർണായകമായ ശാസ്ത്രീയ പരിശോധനാ ഫലം 2 ദിവസത്തിനുള്ളിൽ തന്നെ ലഭിക്കും. ഇക്കാര്യത്തിലെല്ലാം തന്നെ കൂടുതൽ വ്യക്തത കൈവരും എന്നുള്ളതാണ്